Hi. Today we are discussing about the apparent force to an earthbound observer. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നമുക്കറിയാം നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് സൂര്യനാണ്. ഈ സൂര്യനെ സെൻട്രൽ പോയിന്റ് ആയിട്ട് വെച്ചുകൊണ്ടാണ് അതിനു ചുറ്റും സ്പെസിഫൈഡ് ആയിട്ടുള്ള ഓർബിറ്റലിൽ പ്ലാനറ്റ്സ് സർക്കുലർ ഓർബിറ്റലിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം ഞാനിവിടെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം റെപ്രസെൻ്റ് ചെയ്യാൻ പോവുകയാണ്. Please consider this is sun and this is our planet Earth, and this is the central point of sun and this is the central point of Earth. The distance between two centers, that is RS. Okay. അതുപോലെ നമുക്കറിയാം മുന്നേ പറഞ്ഞതുപോലെ തന്നെ എർത്തും സൂര്യനെ ഒരു സർക്കുലർ ഓർബിറ്റലിൽ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എർത്തിൻ്റെ ഈ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഓർബിറ്റിൽ നിന്ന് തെന്നി നീങ്ങാതെ ആ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഓർബിറ്റൽ കീപ്പ് ചെയ്തുകൊണ്ട് ഈ സൂര്യന് ചുറ്റും മൂവ് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? ബിക്കോസ് ദർ ഈസ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ. അതായത് ഈ സൂര്യൻ്റെ സെൻട്രൽ പോയിന്റിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ട് സ്പെസിഫിക് ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ സ്പെസിഫിക് ഓർബിറ്റലിൽ ഈ എർത്തിനെ പ്ലേസ് ചെയ്ത് വെച്ചത് ഒരു അട്രാക്റ്റീവ് ഫോഴ്സാണ്. അപ്പം ഈ ഫോഴ്സ് എന്തിന് ഉദാഹരണമാണ്? ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ സെൻട്രിപെറ്റൽ ഫോഴ്സ് ബിക്കോസ് ദ ഡയറക്ഷൻ ഓഫ് ദി അട്രാക്റ്റീവ് ഫോഴ്സ് ഇൻ ടു ദി സെൻറ്റർ ഓഫ് സൺ. So this is an example of centripetal force. So the direction of attractive force from Earth to Sun, and this is the n cap unit vector for the attractive force. ഇത് കൂടാതെ നമുക്കറിയാം അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻ എന്താണ് പറഞ്ഞത്? മാസീവായിട്ടുള്ള ഏത് ഒബ്ജക്റ്റുകൾ തമ്മിലും ഒരു അട്രാക്റ്റീവ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും അല്ലേ. നമുക്കറിയാം സ്പേസ് ജിയോമെട്രി പ്രകാരം ആ ജിയോമെട്രി കർവേച്ചറിലേക്ക് മറ്റ് ഒബ്ജക്റ്റുകൾ അട്രാക്റ്റ് ചെയ്യപ്പെടും. ഇവിടെ മാസ് കൂടുതലുള്ള ഏതിനാണ്? സൂര്യനാണ്. സോ ഇവിടെ ഉണ്ടാവുന്ന ജിയോമെട്രിക്കൽ കർവേച്ചറിലേക്ക് ഇതിൻ്റെ തൊട്ടടുത്തുള്ള എർത്തിനെ പോലെയുള്ള പ്ലാനറ്റ്സുകൾ എന്താവും? അട്രാക്റ്റ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ ദ എർത്ത് ഫ്രീ ഫോൾ ടുവേഡ്സ് ദി സെൻറ്റർ ഓഫ് സൺ. ഈ സൂര്യനിലേക്ക് എർത്ത് ഫ്രീ ഫോൾ ചെയ്തുകൊണ്ടിരിക്കും ബിക്കോസ് ഓഫ് ദി ജോമെട്രിക്കൽ കർവേച്ചർ. സോ ആക്ച്വലി ഇതിനെയാണല്ലോ ഐൻസ്റ്റീൻ എന്ത് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, റൈറ്റ്? അപ്പം ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഇറ്റ്സ് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സോ സൺ attract earth towards center of sun by using its gravitational force. നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? F is equal to G m1 m2 divided by r square. F gravitational force, that is equal to gravitational constant G, m1 m2 masses of two objects, and divided by the square of the distance between m1 and m2, so that this equation can be called as inverse square law because the gravitational force is inversely proportional to the square of the distance between two objects. Okay, അപ്പം ഇവിടെ ഉണ്ടാവുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നതും എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. സോ ഈ സൂര്യൻ എർത്തിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, എങ്ങനെ? എഫ് ഇസ് ഈക്വൽ ടു ജി gravitational constant into mass of sun. We can represent the mass of sun is ms and the mass of earth is m. Okay,
So G ms into m ms into m divided by rs square n cap, right? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുമല്ലോ അല്ലേ? ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ എന്താണ് ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്? സൂര്യൻ എർത്തിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ അതല്ലെങ്കിൽ ഒരു യൂണിറ്റ് മാസിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതിനാണ് നമ്മൾ പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ എന്താണ് മാസ് ഓഫ് എർത്ത്? ദാറ്റ് ഈസ് എം. സോ ടോട്ടൽ ഫോഴ്സിനെ മാസ് ഓഫ് എർത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യൂണിറ്റ് മാസിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് നമുക്ക് ലഭിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ എഫ് ഡിവൈഡഡ് ബൈ എം is equal to, divided by m means cancelled, so G m s divided by rs square. So F by m, that is intensity of gravitation, that can be represented by using I naught. So I naught is equal to F by m, that is equal to G ms by r square. എന്താണ് ഈ ടൈം എന്ന് പറയുന്നത്? ആക്ച്വലി ഈ ഇക്വേഷനിൽ this is equal to I naught. So we can rewrite this equation as F is equal to I naught into m. So the gravitational attractive force of sun on earth is equal to gravitational force of intensity into mass of earth. Okay, ഇതുപോലെ നമുക്ക് വേറൊരു ഇക്വേഷൻ നമുക്ക് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഈ ഇക്വേഷനെ വേറൊരു ഇക്വേഷനെ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയും. എങ്ങനെയാണ് താരതമ്യം ചെയ്യാൻ കഴിയുക? കാരണം നമുക്കറിയാം ഈ എർത്ത് സൂര്യനിലേക്ക് ഫ്രീ ഫോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എർത്ത് മൂവ് ടുവേർഡ്സ് ദി സെൻറ്റർ ഓഫ് സൺ എന്ന് വെച്ചാൽ എന്താണ്? ദർ വിൽ ബി എ ആക്സിലറേഷൻ. ഭൂമിക്കൊരു ആക്സിലറേഷൻ ഉണ്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് സൺ. അപ്പം ഇവിടെ എർത്തിൻ്റെ മാസ് നമുക്കറിയാം, ആക്സിലറേഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. ദെൻ ദർ ഇസ് എ ഫോഴ്സ് F is equal to m a. Newton's law, force is equal to mass into acceleration. So here m f f means I is equal to a. Acceleration of earth is equal to gravitational force intensity, right? അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്തത് എർത്തിൻ്റെ സെൻട്രൽ പോയിന്റ് ആണെങ്കിൽ എർത്തിൻ്റെ സർഫസിൽ ഉണ്ടാകുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ ആക്ട് ആകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഉദാഹരണത്തിന് നമ്മളാണ് എർത്ത് സർഫസിൽ നിൽക്കുന്നതെന്ന് കരുതുക. നമ്മളിപ്പോൾ എർത്ത് സർഫസിലാണല്ലോ ഉള്ളത്, അപ്പോൾ നമ്മളെ കൺസിഡർ ചെയ്യുക, ഇത് നമ്മളാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ബോഡിയിലും ഒരു ഗ്രാവിറ്റേഷണൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും, ബിക്കോസ് ഡ്യൂ ടു ദി സൺ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും? ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എർത്തിൻ്റെ സെൻട്രൽ പോയിന്റാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. മീൻസ് if consider the radius of earth is r, then we can represent F, gravitational force on this man or in this object. F is equal to I r into m, where I r is the field intensity on the surface of earth, and multiplied this with m, mass of the object or mass of the man, then we can get the gravitational attractive force
of sun on this man, right? ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഐ ആർ എന്ന് എഴുതിയത്? നമ്മൾ ഐ നോട്ട് എന്ന് റെപ്രസെൻറ്റ് ചെയ്തത് എർത്തിൻ്റെ സെൻട്രൽ പോയിന്റിലാണ്. കാരണം ഇവിടെ ആറിനനുസരിച്ച് റേഡിയസിനനുസരിച്ച് ഫീൽഡ് മാറും, ഫോഴ്സ് മാറും. അപ്പോൾ ഫോഴ്സിൽ ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഈ സെൻട്രൽ പോയിന്റിൽ നമ്മൾ ഐ നോട്ടിന് എടുത്തത് നമ്മൾ സർഫസിലാകുന്ന സമയത്ത് ഈ റേഡിയസിലെ ഡിഫറൻസ് കൺസിഡർ ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ എന്താക്കിയത് ഐ ആർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ കാരണം. ഓക്കെ, ഇത് കൂടാതെ നമ്മൾ എർത്ത് സർഫസിൽ നിൽക്കുന്ന സമയത്ത് നമുക്കറിയാം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇവിടെ ആക്ട് ആവുന്നത് ടുവേഴ്സ് ദി ഡയറക്ഷൻ ഓഫ് സൺ. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യണ്ടേ? ബട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ബിക്കോസ് ഇതിന് ഈക്വലൻ്റ് ആയിട്ട് എന്നാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മറ്റൊരു ഫോഴ്സ് ആക്ട് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഫോഴ്സും ക്യാൻസൽ ചെയ്ത് നമുക്ക് ന്യൂട്രലായിട്ട് എർത്ത് സർഫസിൽ നിൽക്കാൻ കഴിയുന്നത്. ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? apparent force. So apparent force to an earthbound observer ആ എർത്ത് ഒബ്സർവറിന്റെ മേലെ ആക്ട് ആവുന്ന അപ്പാരന്റ് ഫോഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ദ ഡയറക്ഷൻ ഓഫ് അപ്പാരന്റ് ഫോഴ്സ് ഈസ് ഓപ്പോസിറ്റ് ടു ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ എർത്തിന്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? എ ആണ്, ടുവേർഡ്സ് സൺ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതേ ആക്സലറേഷൻ തന്നെയായിരിക്കണമല്ലോ ഈ സർഫസിലുള്ള നമുക്കുണ്ടാവുന്നത്, അല്ലേ? നമ്മളിപ്പോൾ ഒരു കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാറിൻ്റെ വെലോസിറ്റി എന്താണോ, ആക്സലറേഷൻ എന്താണോ, അത് തന്നെയാണ് ആ കാറിനകത്തിരിക്കുന്ന ആളുടെയും ആക്സലറേഷൻ അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ എർത്തിൻ്റെ എ ആണ് ആക്സലറേഷൻ, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒബ്സർവറിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. നമുക്കൊരു സ്പെസിഫൈഡ് മാസും ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് മാസും അറിയാം, ആക്സലറേഷനും അറിയാം. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ആക്ട് ആവുന്നുണ്ട്, അല്ലേ? എന്താണ് ആ ഫോഴ്സ്? എഫ് ഇസ് ഈക്വൽ ടു എം എ, മാസ് ഇൻറ്റു ആക്സലറേഷൻ. സോ നമുക്ക് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ആവുന്നുണ്ട്, നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ഫീൽ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഈ ഡയറക്ഷനിലേക്ക് മൂവ് ആയേനെ. ബട്ട് മൂവ് ആകാത്തതുകൊണ്ടാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ആവുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ആവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? എം എ ആയിരിക്കും. ബട്ട് ഡയറക്ഷനോ ഓപ്പോസിറ്റ് ദിസ് അട്രാക്റ്റീവ് ഫോഴ്സ് മീൻസ് എഫ് ഡാഷ് ഓർ എഫ് പ്രൈം, ദാറ്റ് ഈസ് അപ്പാരന്റ് ഫോഴ്സ്, is equal to IRM minus, because it's acting on opposite direction, so minus MA. What is MA? MA is equal to I naught M, so we can rewrite F prime is equal to IR M minus I naught M. Here M is common term, so we can rewrite M into I R minus I naught. F prime is equal to M into I R minus I naught. What is F prime? Apparent force that is equal to mass of the body into force, intensity of gravitational force on the surface minus intensity of gravitational force at the center. And also we can find out F prime divided by M. F prime divided by M, that is equal to I R minus I naught. What is F prime by M? F by M is equal to field intensity. So this is I prime is equal to I R minus I naught. I prime means apparent field intensity, apparent gravitational force intensity, that is I prime is equal to IR minus I naught. Clear? Okay.